ജയശങ്കർ തുനിഞ്ഞിറങ്ങുകയാണ്. ഭീകരവാദത്തെ വച്ചുവാഴിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ജയശങ്കർ. ജയശങ്കർ ഈ അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും തുർക്കിയും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ആയുധങ്ങൾ പാകിസ്ഥാന് കൈമാറിയ രാജ്യങ്ങളോട് കൃത്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി ഭീകരവാദികളെ ഒരു തരത്തിലുമുള്ള നുഴഞ്ഞുകയറ്റത്തിന് അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് എടുത്തുകൊണ്ടാണ് അതായത് ഈ പാകിസ്ഥാനെ സഹായിക്കുന്ന വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എസ് ജയശങ്കർ എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ ഇവിടെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും താലിബാനുമായി നല്ലൊരു ബന്ധം, അഫ്ഗാനിസ്ഥാനുമായി നല്ലൊരു ബന്ധം പുലർത്തുക എന്നുള്ളത് ഇന്ത്യ വളരെ നല്ല രീതിയിൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണ പാതയിൽ ഇന്ത്യ. താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യ താലിബാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചു. അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടക്കുന്നത്. ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണ് താലിബാൻ ഭരണകൂടം വച്ചു പുലർത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിൽ താലിബാൻ ഭരണകൂടം അപലപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടത്. എക്സ് പോസ്റ്റിലൂടെ ജയശങ്കറാണ് താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോൺ സംഭാഷണം നടന്നതായി അറിയിച്ചത്. അഫ്ഗാൻ ഇടക്കാല വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തലക്കിയുമായി ഇന്ന് വൈകുന്നേരം നല്ലൊരു സംഭാഷണം നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിനെ ആഴത്തിൽ അഭിനന്ദിക്കുന്നു. വ്യാജവും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കുവാനുള്ള സമീപകാല ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി നിരസിച്ചുവെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദവും അവരുടെ വികസന ആവശ്യങ്ങൾക്ക് തുടർച്ചയായി നൽകുന്ന പിന്തുണയും സംഭാഷണത്തിൽ വിഷയമായി ജയശങ്കർ അറിയിച്ചു. സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തുവെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ചബഹാർ തുറമുഖ വികസനവും ഇന്ത്യയിലെ അഫ്ഗാൻ തടവുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിൽ അഫ്ഗാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് വീണ്ടും പരിഗണിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചതായും കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാഫിസ് സിയ അഹമ്മദ് വ്യക്തമാക്കി. രണ്ട് മന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പട്ടികപ്പെടുത്തുകയോ പഷ്തോ ഭാഷയിലുള്ള നിരവധി പോസ്റ്റുകളും ഹാഫിയ സിയ എക്സിൽ പങ്കുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ചബഹാർ തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യം ഏറെയാണ്. കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായതിനാൽ ഇന്ത്യയിലെത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗങ്ങളെയാണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനുള്ള ഏക മാർഗം ഇറാനിലെ ചബഹാർ തുറമുഖമാണ് എന്നുള്ളത് താലിബാന് നന്നായി അറിയാം. മാത്രമല്ല, താലിബാൻ ഇപ്പോൾ ഇന്ത്യയുമായി നല്ല സഹകരണത്തിലാണ്. ഈ എതിർത്ത് കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് താലിബാൻ സ്വീകരിച്ചത് എന്നുള്ളതുമാണ് ഈ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതായത് ഇന്ത്യയും താലിബാനുമായുള്ള ബന്ധം പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ നോവിക്കും. കാരണം ഇപ്പോൾ താലിബാനും പാകിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധമൊന്നുമല്ല, പക്ഷെ ഇന്ത്യയുമായി താലിബാൻ വളരെ അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വികസന കാര്യങ്ങളിലും ഇന്ത്യയും താലിബാനും തമ്മിൽ ചർച്ച നടന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി താലിബാൻ ആക്റ്റീവ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. ചർച്ചയിൽ അഫ്ഗാൻ പൗരന്മാർക്കുള്ള വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചതായി താലിബാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്തതിന് ഇന്ത്യ താലിബാനോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന അഫ്ഗാൻ പൗരന്മാരെ വിട്ടയക്കണമെന്ന് താലിബാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ പുതിയ സഹകരണത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ നിർണായകമായ നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ള തരത്തിൽ. കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലെ ഭരണം താലിബാന്റെ കയ്യിലാണ്. അവിടെ സ്ത്രീകൾക്ക് കാര്യമായ സ്വാതന്ത്ര്യമില്ല.
സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കാൻ പാടില്ല, വീടിന്റെ ജനാലകൾ തുറന്നിടാൻ പാടില്ല. അങ്ങനെ വലിയ ദുരന്തപൂർവമായ ഒരു ജീവിത സാഹചര്യമാണ് താലിബാൻ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോഴും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിനും ഇന്ത്യയുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധത്തിനും താലിബാന് ആഗ്രഹമുണ്ട് എന്ന് താലിബാൻ തന്നെ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അതായത് താലിബാനിലേക്ക് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്ന ഇന്ത്യക്കാരെ ഇനി ഒരു തരത്തിലും ദ്രോഹിക്കില്ല എന്ന കടുത്ത നിലപാട് താലിബാൻ സ്വീകരിച്ചു. മാത്രമല്ല ഇന്ത്യയോട് ആര് യുദ്ധം ചെയ്താലും അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണെന്നുള്ള നിലപാടും താലിബാൻ സ്വീകരിക്കുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ താലിബാനിലേക്ക് അല്ലെങ്കിൽ അഫ്ഗാനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മരുന്നുകളും ഭക്ഷണങ്ങളും ഒക്കെ എത്തിച്ച് സഹായിച്ചത് ഇന്ത്യയാണ്. ആ ഇന്ത്യയോടുള്ള കൂറ് അവർ കൃത്യമായി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാനും താലിബാനും തമ്മിൽ ഇപ്പോൾ വഴക്കുമടിയുടെയും വക്കിലാണ്. രണ്ടുപേരും തമ്മിൽ ശത്രുക്കളെ പോലെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ. അപ്പോൾ ഇന്ത്യ താലിബാനുമായി കൂടുതൽ അടുക്കുമ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പാകിസ്ഥാൻ വല്ലാത്ത നോവാണ്. കാരണം താലിബാനെ കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇപ്പൊ തുർക്കിയെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചതുപോലെ താലിബാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ നീങ്ങാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സംഘർഷങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ള ഉറച്ച നിലപാടുമായി രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധ സമയത്ത് തന്നെ ഇത്തരം ഒരു സംഭാഷണമൊക്കെ എസ് ജയശങ്കറും താലിബാനിലെ മന്ത്രിയുമൊക്കെ നടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ നിർണായകമായ കാര്യം കൂടിയാണ്. താലിബാൻ പറയുന്നു ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്ന്. ഇസ്രായേലും റഷ്യയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾ എന്ത് സഹായത്തിനും ഇന്ത്യക്കൊപ്പം തന്നെയുണ്ട്, ആയുധങ്ങൾ നൽകി ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കാം, ഏത് തരത്തിലുള്ള സഹകരണത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെയുള്ള നിലപാടുകൾ എടുക്കുന്നു. ഇന്ത്യക്കെതിരെ ആരെങ്കിലും വടിയെടുത്താൽ ആ വടി കൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് രാജ്യങ്ങൾ പറയുന്നു. റഷ്യ വീണ്ടും ഇന്ത്യയുമായി ആയുധ കച്ചവടത്തിനുള്ള കരാറുകൾ ഒപ്പിടുന്നു. 18 രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനായി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ മാത്രമല്ല ഇന്ത്യ വെള്ളം നൽകാതെ പാകിസ്ഥാനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സാധാരണക്കാരായ നിരപരാധികളെ കൊന്നതിന് ഇന്ത്യ മറുപടി എന്നോണമാണ് നയതന്ത്ര പ്രഹരം പാകിസ്ഥാന് നൽകിയത്. ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണം, സമാധാനത്തോടെ ജീവിക്കണം, നിങ്ങൾ അതിന് തയ്യാറായാൽ POK തിരിച്ചു തന്ന ജമ്മു കാശ്മീരിന് സമാധാനം നൽകിയാൽ നിങ്ങൾക്ക് വെള്ളം തരാമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ താലിബാനും ഒപ്പം ഇന്ത്യക്കുണ്ട് എന്ന കാര്യം വരുമ്പോൾ പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെടുകയാണ്.